എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായി ഇത് സംഭവിക്കുന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ റോസാ പുഷ്പം ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായി ഇത് സംഭവിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഇഷ്ടങ്ങളും ആ വ്യക്തിക്ക് പകർന്നു നൽകി നിങ്ങൾ കാത്തിരിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഇഷ്ടം ഒരിക്കലും മാറുന്നില്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നുപോയ ഒരു ജീവിതം. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ചേർന്നിട്ടുള്ളൊരു ജീവിതമാണ്. ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ആ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകും. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചിലർ നിങ്ങളെ ഒട്ടും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അതിൻ്റെ ഫലമായി അവർ നിരന്തരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തെ ബാധിക്കുന്നു. അവരാണെങ്കിൽ നിങ്ങളെ എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയുമോ അത്രത്തോളം ഉപദ്രവിക്കാനായിട്ട് ഊന്നൽ നൽകി നിൽക്കുകയാണ്. അവരുടെ സമ്മർദ്ദം കൊണ്ട്, അവരുടെ നീക്കങ്ങൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൃത്യമായ രീതിയിൽ പരിഗണിക്കാതെ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുകയും ചെയ്യും. അത് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്നതാണ്. അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരിക്കെ തന്നെ നിങ്ങളെ സമീപിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടുത്താതെ, അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതെ ആ വ്യക്തി അവരുമായി ചേർന്ന് നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, അത് വാക്കാകാം, പ്രവൃത്തിയാകാം, അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനിടയുണ്ട്. അത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കും. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ആ വ്യക്തി നിങ്ങളെ കൂടാതെ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുകയോ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരുമായിട്ട് ചേർന്ന് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് പെരുമാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പെരുമാറ്റം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കും. അത്തരം വേദനകൾ, അത്തരം വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയുമായിട്ട് ചേർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണ് ഇനി നിങ്ങളെ വിഷമിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ആ വ്യക്തിയുടെ ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിക്കും. തീർച്ചയായിട്ടും അത്തരം പെരുമാറ്റങ്ങൾ ആ വ്യക്തി ബോധപൂർവം ചെയ്യുന്നതല്ല. ആ വ്യക്തിയെ കൊണ്ട് ചില ആളുകൾ, നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആളുകൾ ബോധപൂർവമായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ദുഃഖം ഉണ്ടാകും, മനസ്സിൽ വിഷമം ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നത് ആയിരിക്കില്ല. കാരണം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ മനസ്സിന് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ആയിട്ട് വരുന്നത്. അത് നിങ്ങളെ തീർച്ചയായിട്ടും വിഷമിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായതിന് ശേഷം ആ വ്യക്തിക്ക് അത് കുറ്റബോധം തോന്നുകയും ആ വ്യക്തി ആ ഉദ്യമത്തിൽ നിന്നും, അവർ പറഞ്ഞ രീതിയിലുള്ളതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ചില പ്രവർത്തികൾ അവർ ബോധപൂർവമല്ലെങ്കിലും അവരെക്കൊണ്ട്, നിങ്ങളോട് ദേഷ്യമുള്ള ആളുകൾ, അവർക്ക് സ്വാധീനമുള്ള ആളുകൾ അവരുടെ വാക്ക് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് ചെയ്യും. പക്ഷെ അതിനുശേഷം ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇഷ്ടവും പ്രണയവും വർദ്ധിക്കും. കാരണം നിങ്ങളോട് ചെയ്തു തന്നെ മോശമായി എന്നവർക്ക് തോന്നും. ആയിട്ട് പൂച്ചയുടെ ചിത്രം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നില്ല മുൻപ്. നിങ്ങൾക്കതിനൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വ്യക്തി എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല,
എന്നോട് സ്നേഹം കാണിക്കുന്നില്ല. മറ്റുള്ള ആളുകളോട് പലരോടും സംസാരിക്കുകയും പരിചയപ്പെടുകയും അടുത്തിടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ എന്നോട് മാത്രം ഒരു മൗനം ഭജിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിയിൽ കണ്ടു എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ എപ്പോഴും ഉണ്ടായി. എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നെ സ്നേഹിക്കാത്തത്, എന്നെ മനസ്സിലാക്കാത്തത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളെ കാണുമ്പോൾ മാത്രം ആ വ്യക്തിക്കൊന്നും പറയാനുമില്ല, സംസാരിക്കാനുമില്ല. മുമ്പ് നിങ്ങളും ആ വ്യക്തി നല്ല ഒരു തലത്തിലായിരുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങളത് വിഷമിപ്പിക്കും തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നോടൊരു അന്യതാ മനോഭാവം കാണിക്കുന്നത് എന്നുള്ള വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നോടൊരു രഹസ്യവും പറയുന്നില്ല, എന്നോടൊരു കാര്യവും പറയുന്നില്ല, എല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, സ്നേഹമാണ്. നിങ്ങളോട് എങ്ങനെ പറയണം, എങ്ങനെ പ്രവർത്തിക്കണം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും, അങ്ങനെയുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി നിങ്ങളോട് ചില കാര്യങ്ങൾ അതുപോലെ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങളോട് നല്ല രീതിയിൽ പോകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില മിഥ്യാധാരണകളുണ്ട്. ആ മിഥ്യാധാരണകൾ മൂലം നിങ്ങളോട് മനസ്സ് തുറക്കാനുള്ള ഒരു ആത്മവിശ്വാസം ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ സംസാരിക്കാനോ മനസ്സ് തുറക്കാനോ കഴിയുന്നില്ല. ചില ആളുകൾ ആ വ്യക്തിയെ തെറ്റായ രീതിയിൽ നിങ്ങളുടെ കാര്യത്തിൽ ഉപദേശിച്ചിട്ടുമുണ്ട്. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഇങ്ങനെ സംസാരിച്ച് ഇഷ്ടപ്പെടില്ല, അത് ശരിയല്ല, അതിന് സമയമായിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ തെറ്റായ ഉപദേശത്തിലാണ്. പക്ഷേ ആ വ്യക്തിക്ക് സ്വയമേവ അത് അറിയാനും കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മനസ്സ് തളർന്നു പോകുന്നൊരു വ്യക്തിയാണ്. പിന്നീട് എന്ത് ചെയ്യണം, പിന്നീട് എങ്ങനെ നിങ്ങളോടുള്ള ഇഷ്ടം നിലനിർത്താൻ എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയുന്നില്ല. സ്റ്റക്കായി പോകുന്ന ആ വ്യക്തി, ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. പക്ഷേ നിങ്ങളോടുള്ള ഇഷ്ടം ആ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. അതൊരു തിളക്കം പോലെ തിളങ്ങുകയാണ്, സുവർണ ശോഭയോടെ. പക്ഷേ ആ വ്യക്തിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മനസ്സിൽ നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറയുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലോ നിങ്ങൾ തള്ളിക്കളഞ്ഞാലോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ മിഥ്യാധാരണ കാരണം ഹൃദയത്തിലുള്ള ഇഷ്ടവും സ്നേഹപ്രകടനങ്ങളൊന്നും പുറത്തെടുക്കാൻ കഴിയുന്നില്ല. വല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, എന്ത് പറയണമെന്നറിയില്ല, മരവിച്ച പോലെ നിൽക്കുന്നു. അതിൻ്റെ കാര്യമില്ല. തുറന്ന് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങളും ആ വ്യക്തിയും തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രണയം വരികയും അത് നിങ്ങൾക്ക് പരസ്പരം പങ്കുവെക്കാൻ കഴിയുകയും ചെയ്യുന്നു. എല്ലാ പ്രതിസന്ധികളും മോശമായിട്ട് ഉപദേശിക്കുന്ന ആളുകളും നിങ്ങൾ അകലാൻ വേണ്ടി മനഃപൂർവ്വം ഉപദേശിക്കുന്ന ആളുകളൊക്കെ പമ്പ കടക്കും. നിങ്ങൾ പരസ്പരം സംസാരിച്ച് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.